ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും കൗതുകകരവും സ്നേഹനിധിയുമായ ജീവികളിലൊന്നായ പൂച്ചകളെക്കുറിച്ചാണ്. ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ മൃദുവായ മ്യാവൂ ശബ്ദം കേൾക്കുമ്പോൾ പോലും പലരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറയാറുണ്ട്. എന്നാൽ ഈ ചെറിയ ജീവികളുടെ പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നീളുന്ന ഒരു വലിയ ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എപ്പോൾ മുതലാണ് മനുഷ്യർ പൂച്ചകളെ വളർത്താൻ തുടങ്ങിയത്? പുരാതന ഈജിപ്തുകാർ പൂച്ചകളെ വിശിഷ്ട ജീവികളായി ആരാധിച്ചത് എന്തുകൊണ്ടാണ്? മനുഷ്യരും പൂച്ചകളും തമ്മിലുള്ള ബന്ധം എങ്ങനെ വളർന്നു? ലോകത്ത് എത്ര തരത്തിലുള്ള പൂച്ചകളുണ്ട്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടെത്താം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്ത അറിവ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും വേൾഡ് നോളജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വയ്ക്കുക. ഇന്ന് നാം കാണുന്ന വീട്ടുപൂച്ചകളുടെ പൂർവികർ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കാട്ടുപൂച്ചകളിൽ നിന്നുമാണ് ഉണ്ടായത്. ഇന്ന് നാം വളർത്തുന്ന വീട്ടുപൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് കാറ്റസ് എന്നാണ്. ഇത് ഫെലിഡേ എന്ന പൂച്ചക്കുടുംബത്തിൽ ഉൾപ്പെടുന്നു. അതിശയകരമായ കാര്യം എന്തെന്നാൽ നമ്മുടെ വീട്ടിലെ പൂച്ചയും കാട്ടിലെ സിംഹവും കടുവയും ഒരേ ജീവശാസ്ത്ര കുടുംബത്തിലെ അംഗങ്ങളാണ്. ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ പ്രകാരം ഇന്ന് വീട്ടിൽ വളർത്തുന്ന പൂച്ചകളുടെ പ്രധാന പൂർവികൻ ആഫ്രിക്കൻ വൈൽഡ് ക്യാറ്റ് എന്നറിയപ്പെടുന്ന കാട്ടുപൂച്ചയാണ്. ഏകദേശം 9000 മുതൽ 10000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യരും പൂച്ചകളും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. അന്ന് മനുഷ്യർ വേട്ടയാടി ജീവിച്ചിരുന്ന ജീവിതത്തിൽ നിന്നും കൃഷി ചെയ്ത് ജീവിക്കുന്ന ജീവിതത്തിലേക്ക് മാറുകയായിരുന്നു. കൃഷിയിലൂടെ അവർ ധാന്യങ്ങളും കിഴങ്ങുകളും സംഭരിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഈ ധാന്യങ്ങൾ തിന്നുവാനായി എലികളും വർദ്ധിച്ചു. എലികളെ വേട്ടയാടുവാനായി കാട്ടുപൂച്ചകൾ മനുഷ്യരുടെ താമസ സ്ഥലത്തേക്ക് പതിയെ എത്തിത്തുടങ്ങി. ധാന്യങ്ങൾ നശിപ്പിക്കുന്ന എലികളെ പൂച്ചകൾ പിടിക്കുന്നതുകൊണ്ട് മനുഷ്യർക്ക് ഉപകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മനുഷ്യരുടെ അടുത്തു നിന്ന് പൂച്ചകൾ ഭക്ഷണം ലഭിച്ചു തുടങ്ങി. അങ്ങനെ ഇരു കൂട്ടർക്കും പരസ്പരം പ്രയോജനപ്പെടുന്ന ഒരു ബന്ധം രൂപപ്പെട്ടു. പുരാതന ഈജിപ്തിൽ പൂച്ചകളെ ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് നിലനിന്നിരുന്നത്. അവിടെ പൂച്ചകൾ ഒരു സാധാരണ മൃഗം അല്ലായിരുന്നു. പൂച്ചകൾ ഒരു സവിശേഷതയുള്ള ജീവികളായി വിശ്വസിച്ചു പോന്നിരുന്നു. പുരാതന ഈജിപ്തിൽ പൂച്ചകൾക്ക് നൽകിയിരുന്ന ബഹുമതിയുടെ തെളിവായി പുരാവസ്തു ഗവേഷകർ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പൂച്ചമമ്മികൾ കണ്ടെത്തിയിട്ടുണ്ട്. സക്കാരയും ബുബാസ്തിസും പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഈ മമ്മികൾ ഇന്ന് ലോകത്തിലെ പ്രമുഖ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് മനുഷ്യരും പൂച്ചകളും തമ്മിലുള്ള ബന്ധം എത്ര ശക്തമായിരുന്നുവെന്ന് കാണിക്കുന്നു. ലോകമെമ്പാടുമുള്ള പൂച്ചകളുടെ വ്യാപനം. ഈജിപ്തിൽ നിന്ന് വ്യാപാര കപ്പലുകളിലൂടെ പൂച്ചകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തപ്പെട്ടു. ഇതിന്റെ കാരണം ചരക്ക് കപ്പലുകളിലെ എലികളുടെ ശല്യം കുറയ്ക്കുവാനായി പൂച്ചകളെ കപ്പലിൽ വ്യാപാരികൾ കൊണ്ടുപോയിരുന്നു. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പിന്നീട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പൂച്ചകൾ വ്യാപിച്ചു. ഇങ്ങനെ പൂച്ചകൾ മനുഷ്യരുടെ സ്ഥിരം കൂട്ടുകാരായി മാറി. മധ്യകാലഘട്ടത്തിൽ പൂച്ചകൾക്ക് എല്ലായിടത്തും വലിയ ബഹുമതികൾ ലഭിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ പൂച്ചകളെക്കുറിച്ച് ചില അന്ധവിശ്വാസങ്ങൾ പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ച് കറുത്ത പൂച്ചകളെ ദുരഭിമാനത്തിന്റെ പ്രതീകമായി ചിലർ കണക്കാക്കി. എന്നാൽ പിന്നീട് ഈ തെറ്റായ വിശ്വാസങ്ങൾ പല സ്ഥലങ്ങളിലും ഇല്ലാതായി. ഇന്ന് കറുത്ത പൂച്ചകൾ ഉൾപ്പെടെ എല്ലാ പൂച്ചകളും ലോകമെമ്പാടും വളരെയധികം സ്നേഹിക്കപ്പെടുന്നു. പൂച്ചകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ പൂച്ചകളെ വളർത്തുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ പൂച്ചകളെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? പൂച്ചകൾ സ്വതന്ത്ര സ്വഭാവമുള്ളവരാണ്. നായകളെ പോലെ എല്ലായ്പ്പോഴും ശ്രദ്ധ ആവശ്യപ്പെടാറില്ല. അതേസമയം ഉടമകളുമായി വളരെ ആഴത്തിലുള്ള ബന്ധം രൂപപ്പെടുത്താനും അവയ്ക്ക് കഴിയും. പല പഠനങ്ങളും കാണിക്കുന്നത് പൂച്ചകളെ സ്നേഹത്തോടെ തഴുകുമ്പോൾ മനുഷ്യരുടെ മാനസിക സമ്മർദ്ദം കുറയുമെന്നാണ്. പൂച്ചകളുടെ പ്രത്യേക രീതിയിലുള്ള മുരളൽ ശബ്ദം പലർക്കും ആശ്വാസം നൽകുന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകൾക്ക് പൂച്ചകൾ നല്ല കൂട്ടുകാരാകാറുണ്ട്. പൂച്ചകളുടെ പ്രത്യേക കഴിവുകൾ പരിശോധിച്ചാൽ പൂച്ചകൾക്ക് അതിശയകരമായ ചില കഴിവുകളുണ്ട്. ഇരുട്ടിൽ മനുഷ്യനേക്കാൾ വളരെ നന്നായി കാണുവാൻ കഴിയും. വളരെ ചെറുതായ ശബ്ദങ്ങൾ പോലും കേൾക്കുവാൻ അവയ്ക്ക് കഴിയും. അവയുടെ മീശകൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള പ്രത്യേക സെൻസറുകളായി പ്രവർത്തിക്കുന്നു. വീഴുമ്പോൾ ശരീരം തിരിച്ച് കാലുകളിൽ തന്നെ ഇറങ്ങാനുള്ള കഴിവും പൂച്ചകൾക്കുണ്ട്. ഇത് റൈറ്റിംഗ് റിഫ്ലെക്സ് എന്നറിയപ്പെടുന്നു. പൂച്ചകളുടെ ഏറ്റവും അത്ഭുതകരമായ കഴിവുകളിൽ ഒന്നാണ് റൈറ്റിംഗ് റിഫ്ലെക്സ്. വീഴാൻ തുടങ്ങുന്ന നിമിഷം തന്നെ പൂച്ചയുടെ മസ്തിഷ്കവും
സന്തുലന വ്യവസ്ഥയും പ്രവർത്തനം ആരംഭിക്കുന്നു. നട്ടെല്ലിന്റെ അസാധാരണമായ വഴക്കവും ശരീര നിയന്ത്രണവും ഉപയോഗിച്ച് 1 സെക്കൻഡിനുള്ളിൽ തന്നെ പൂച്ച ശരീരം തിരിച്ച് കാലുകൾ താഴേക്കാക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പൂച്ചകൾ ഉയരത്തിൽ നിന്ന് വീണാലും കാലുകളിൽ തന്നെ ഇറങ്ങുന്നത്. എന്നു കരുതി പൂച്ചകൾ എത്ര ഉയരത്തിൽ നിന്ന് വീണാലും പരിക്കേൽക്കില്ല എന്ന് അർത്ഥമില്ല. വളരെയധികം ഉയരങ്ങളിൽ നിന്നും പൂച്ച വീണാൽ അതിൻ്റെ അസ്ഥികൾ ഒടിയുവാനും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലോകത്തിലെ ചില പ്രശസ്ത പൂച്ചവർഗ്ഗങ്ങളെ പരിചയപ്പെടാം. പേർഷ്യൻ പൂച്ച ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പൂച്ചവർഗ്ഗങ്ങളിൽ ഒന്നാണ്. നീളമുള്ള രോമവും ശാന്തമായ സ്വഭാവവുമാണ് ഇതിൻ്റെ പ്രത്യേകത. സയാമീസ് പൂച്ച തായ്ലാൻഡിൽ നിന്നാണ് ഉത്ഭവം. നീല നിറമുള്ള കണ്ണുകളും മനോഹരമായ ശരീരഘടനയും ഇവയുടെ പ്രത്യേകതയാണ്. ഇവർ വളരെ സംസാരപ്രിയരാണ്. മെയിൻ കൂൺ ലോകത്തിലെ ഏറ്റവും വലിയ വീട്ടുപൂച്ച വർഗ്ഗങ്ങളിൽ ഒന്നാണത്. സൗഹൃദപരമായ സ്വഭാവം കാരണം ജെന്റിൽ ജയന്റ് എന്നും അറിയപ്പെടുന്നു. അടുത്തത് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. വട്ടമുഖവും കട്ടിയുള്ള ശരീരവുമാണ് പ്രത്യേകത. ശാന്തവും സൗമ്യവുമായ സ്വഭാവമാണ് ഇവയ്ക്ക്. ബംഗാൾ പൂച്ച ചെറിയ പുള്ളിപ്പുലിയെ പോലെ തോന്നുന്ന രൂപം. വളരെ ബുദ്ധിശാലികളായ പൂച്ചകൾ ആണിത്. സ്ഫിങ്സ് പൂച്ച രോമമില്ലാത്ത രൂപമാണ് പ്രധാന പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ പൂച്ചവർഗ്ഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റാഗ് ഡോൾ വളരെ സ്നേഹമുള്ള സ്വഭാവം. ഉടമയുടെ കൈകളിൽ എടുത്താൽ ശരീരം മൃദുവായി വിടുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. സ്കോട്ടിഷ് ഫോൾഡ് മുന്നോട്ട് മടക്കിയ ചെവികളാണ് ഇവയുടെ പ്രത്യേകത. വളരെ മനോഹരമായ രൂപം. സിംഹം, കടുവ, പുള്ളിപ്പുലി, ചീറ്റ, ജാഗ്വാർ തുടങ്ങിയവയും പൂച്ച കുടുംബത്തിൽ പെടുന്നവയാണ്. വലിപ്പത്തിൽ തന്നെ വ്യത്യാസമുണ്ടെങ്കിലും ഇവയ്ക്ക് പല പൊതു സവിശേഷതകളും ഉണ്ട്. പൂച്ചകളുടെ മറ്റു പ്രത്യേകതകൾ: ഒരു പൂച്ചയ്ക്ക് ദിവസത്തിന്റെ ഭൂരിഭാഗവും ഉറങ്ങാനാകും. ചിലപ്പോൾ 12 മുതൽ 16 മണിക്കൂർ വരെ ഉറങ്ങും. പൂച്ചകളുടെ മൂക്ക് ഓരോന്നും വ്യത്യസ്തമാണ്. മനുഷ്യരുടെ വിരലടയാളം പോലെ ഓരോ പൂച്ചയുടെ മൂക്കിലെ പാറ്റേണും വ്യത്യസ്തമാണ്. പൂച്ചകൾക്ക് ഏകദേശം 100-ലധികം വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ജനപ്രിയമായ ജീവികളിൽ ഒന്നാണ് പൂച്ച. ലക്ഷക്കണക്കിന് ആളുകൾ പൂച്ചകളുടെ വീഡിയോകൾ ദിവസേന കാണുന്നു. പൂച്ചകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ലോകമെമ്പാടും ജനപ്രിയമാണ്. പൂച്ചകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പൂച്ചകളെ വളർത്തുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ശരിയായ ഭക്ഷണം നൽകണം. ശുദ്ധജലം എപ്പോഴും അവയ്ക്ക് ലഭ്യമാക്കണം. വാക്സിനേഷൻ നടത്തണം. ആരോഗ്യ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. സ്നേഹവും പരിചരണവും നൽകണം. ഇനി നമുക്ക് പൂച്ചകളുടെ പ്രതികരണ ശേഷിയെക്കുറിച്ച് പറയാം. റിഫ്ലക്സസ് ആൻഡ് റിയാക്ഷൻ ടൈം. ലോകത്തിലെ ജീവികളെ ഏറ്റവും മികച്ച വേട്ടക്കാരായ ജീവികളാക്കി മാറ്റുന്ന ഒരു പ്രധാന സവിശേഷതകളിൽ ഒന്നാണിത്. പൂച്ചകളുടെ പ്രതികരണശേഷി എന്തുകൊണ്ടാണ് ഇത്ര മികച്ചതായത്? പൂച്ചകൾ സ്വഭാവത്തിൽ വേട്ടക്കാരാണ്. ചെറിയ ഇരകളായ എലികൾ, പക്ഷികൾ, പല്ലികൾ തുടങ്ങിയവയെ പിടിക്കുവാൻ അതിവേഗ പ്രതികരണം ആവശ്യമാണ്. അതിനാൽ അവയുടെ ശരീരവും നാഡീവ്യവസ്ഥയും വളരെ കാര്യക്ഷമമായി വികസിച്ചിട്ടുണ്ട്. പൂച്ചകളുടെ ഒരു പ്രത്യേകത അതിവേഗ പ്രതികരണമാണ്. പൂച്ചകൾക്ക് ഒരു ചെറിയ ചലനം പോലും വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു എലി പെട്ടെന്ന് ഓടാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം അനങ്ങിയാൽ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പൂച്ചയ്ക്ക് സെക്കൻഡിന്റെ ചെറിയൊരു ഭാഗത്തിനുള്ളിൽ തന്നെ പ്രതികരിക്കുവാൻ കഴിയും. അവയുടെ മറ്റൊരു സവിശേഷതയാണ് അതിശക്തമായ കേൾവിശക്തി. മനുഷ്യർക്ക് കേൾക്കാനാകാത്ത ഉയർന്ന ആവൃത്തിയിലുള്ള ചില ശബ്ദങ്ങൾ പോലും പൂച്ചകൾക്ക് കേൾക്കുവാൻ സാധിക്കും. അതിനാൽ ചുവരിനുള്ളിലെ എലിയുടെ ശബ്ദം, പുല്ലിനിടയിലെ ചെറിയ ചലനങ്ങൾ എന്നിവയും അവ തിരിച്ചറിയും. പൂച്ചകൾക്ക് രാത്രികാലങ്ങളിൽ നല്ല കാഴ്ചശക്തിയാണ്. പൂച്ചകളുടെ കണ്ണുകൾ കുറഞ്ഞ വെളിച്ചത്തിലും നന്നായി പ്രവർത്തിക്കും. അതിനാൽ രാത്രിയിലും പുലർച്ചയിലും വേട്ടയാടാൻ അവയ്ക്ക് വലിയ മുൻതൂക്കം ലഭിക്കുന്നു. ഇനി നമുക്ക് ഇവയുടെ മീശകളുടെ സെൻസർ സംവിധാനത്തെക്കുറിച്ച് പറയാം. പൂച്ചകളുടെ മീശകൾ വെറും രോമങ്ങളല്ല. അവ വായുവിലെ ചെറിയ മാറ്റങ്ങൾ, അടുത്തുള്ള വസ്തുക്കളുടെ സ്ഥാനം, ഇടുങ്ങിയ സ്ഥലങ്ങളുടെ വീതി എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അതിസൂക്ഷ്മമായ സെൻസറുകളാണ്. മറ്റൊന്ന് അസാധാരണമായ ശരീര സന്തുലനമാണ്. റൈറ്റിംഗ് റിഫ്ലെക്സ്. മാത്രമല്ല, ഓടുമ്പോൾ, ചാടുമ്പോൾ, കയറുമ്പോൾ ശരീര സന്തുലനം നിലനിർത്തുന്നതിലും പൂച്ചകൾ വിദഗ്ധരാണ്. പൂച്ചകളെ മറ്റു ജീവികളുമായി താരതമ്യം ചെയ്താൽ മനുഷ്യർ ബുദ്ധിശക്തിയിൽ മുന്നിലാണ്. പക്ഷേ പ്രതികരണ വേഗത്തിൽ പൂച്ചയ്ക്ക് പിന്നിലാണ്.
നായ വളരെ വേഗത്തിൽ പ്രതികരിക്കുമെങ്കിലും ശരീരത്തിന്റെ വഴക്കത്തിലും സന്തുലനത്തിലും പൂച്ചയ്ക്ക് മുൻതൂക്കമുണ്ട്. ചീറ്റ വേഗത്തിൽ ഓടുന്നതിൽ മുന്നിലാണ്. പക്ഷെ ചെറിയ ചലനങ്ങൾ കണ്ടെത്തുന്നതിലും കൃത്യമായ ചാട്ടങ്ങളിലും പൂച്ചകൾ അതിശയകരമാണ്. പൂച്ചകളുടെ ചില പ്രത്യേക സവിശേഷതകൾ: ശരീരനീളത്തിന്റെ ഏകദേശം 5-6 മടങ്ങ് ദൂരം വരെ ഇവയ്ക്ക് ചാടുവാൻ സാധിക്കും. ചെവികൾ ഏകദേശം 180 ഡിഗ്രി വരെ തിരിച്ച് ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്തുവാൻ കഴിയും. നഖങ്ങൾ അകത്തേക്ക് മടക്കി വെക്കാൻ കഴിയുന്നതിനാൽ നടക്കുമ്പോൾ ശബ്ദം കുറവായിരിക്കും. വേട്ടയാടുമ്പോൾ അവ ക്ഷമയോടെ കാത്തിരുന്ന് ശരിയായ നിമിഷത്തിൽ ആക്രമിക്കും. പൂച്ചകളുടെ പ്രതികരണശേഷിയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ, പൂച്ചകളെ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ ചെറുവേട്ടക്കാരിൽ ഒന്നാക്കി മാറ്റുന്നത് അവയുടെ അതിവേഗ പ്രതികരണശേഷിയാണ്. ഒരു ചെറിയ ചലനമോ ശബ്ദമോ ഉണ്ടായാൽ പോലും പൂച്ചയുടെ കണ്ണുകളും ചെവികളും നാഡീവ്യവസ്ഥയും ഒരേ സമയം പ്രവർത്തനം ആരംഭിക്കും. അതുകൊണ്ടാണ് എലികളെ പിടിക്കുമ്പോഴും ഉയരത്തിൽ നിന്ന് ചാടുമ്പോഴും അത്ഭുതകരമായ കൃത്യത പൂച്ചകൾ പ്രകടിപ്പിക്കുന്നത്. പ്രകൃതി അവയ്ക്ക് നൽകിയിരിക്കുന്ന ഈ കഴിവുകൾ ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിന്റെ ഫലമാണ്. അടുത്തതായി, പൂച്ചകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പൂച്ചകൾക്ക് പ്രകൃതിയിലെ പല മാറ്റങ്ങളും നേരത്തെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. മഴയ്ക്ക് മുമ്പുള്ള വായുമർദ്ദ വ്യത്യാസങ്ങളോ ഭൂകമ്പത്തിന് മുമ്പുള്ള ചെറിയ കമ്പനങ്ങളോ അവയെ അസ്വസ്ഥരാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂച്ചകളുടെ പെരുമാറ്റത്തെ മാത്രം ആശ്രയിച്ച് പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാൻ ശാസ്ത്രീയ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എലികളെ വേട്ടയാടുവാൻ മനുഷ്യരുടെ അടുത്തെത്തിയ ഒരു കാട്ടുജീവി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. പുരാതന ഈജിപ്തിലെ വിശുദ്ധ ജീവിയിൽ നിന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയ താരമായി മാറിയ പൂച്ചകളുടെ യാത്ര അതിശയകരമാണ്. അവ വെറും വളർത്തുമൃഗങ്ങൾ മാത്രമല്ല, പലർക്കും കുടുംബാംഗങ്ങളാണ്, സുഹൃത്തുക്കളാണ്, സന്തോഷത്തിന്റെ ഉറവിടമാണ്. പൂച്ചകളുടെ ചരിത്രവും മനുഷ്യരുമായുള്ള അവരുടെ ബന്ധവും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സൗഹൃദം ആയിരക്കണക്കിന് വർഷങ്ങളോളം നിലനിർത്തുവാൻ കഴിയും എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഹൈപ്പ് ചെയ്യുക. കൂടാതെ ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എന്നാൽ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.